Hello my dear students, welcome to Teacher at Home. Today class we are going to learn the third chapter, that is a trip to Bhopal. Okay, today Sugandha is very excited. Sugandhake ഭയങ്കര സന്തോഷമാണ് അല്ലേ? All the children of our school are going to a trip to Bhopal. എല്ലാ കുട്ടികളും എവിടേക്കാ പോകുന്നത്? ഭോപ്പാലിലേക്ക് പോവാണ് with their teachers, ടീച്ചറുടെ കൂടെ. Miss Meenakshi and Mr. Ragesh are talking about the number of buses needed. അപ്പോൾ മീനാക്ഷി മാഡവും പിന്നെ രാജേഷ് സാറും എന്താ സംസാരിക്കുന്നത്, എത്ര ബസ്സാവും ആവശ്യം എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. മിസ് മീനാക്ഷി, വിൽ നീഡ് 4 buses. മിസ്റ്റർ രാകേഷ്, ഐ തിങ്ക് വി നീഡ് അറ്റ്ലീസ്റ്റ് 5. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഒപ്പീനിയൻ ആണ് അല്ലേ? മീനാക്ഷി മാഡം എന്താ പറയുന്നത്? 4 ബസ് മതിയാവുന്ന പറയുന്നത്. രാകേഷ് സാറാണെങ്കിലോ, ഐ തിങ്ക് വി നീഡ് അറ്റ്ലീസ്റ്റ് 5. മിസ് മീനാക്ഷി, ഈച്ച് ബസ് ഹാസ് 50 സീറ്റ്. ഓരോ ബസ്സിനും എത്ര സീറ്റ് ഉണ്ട്? 50 സീറ്റ് ഉണ്ട്. മിസ്റ്റർ രാകേഷ്, ലെറ്റ് us see how many children are going. അപ്പൊ ആദ്യം നമുക്ക് എത്ര കുട്ടികളാ പോകുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 50 into 4 എത്രയാ? 200 ആണ് അല്ലെ? ഒരു ബസ്സിൽ 50 സീറ്റ് എന്ന് പറയുമ്പോൾ മൊത്തം 200. പിന്നെ നമ്പർ ഓഫ് ചിൽഡ്രൻ, ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണമാണ് ഈ പറയുന്നത്. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ക്ലാസ് 1 33, ഇൻ ക്ലാസ് 2 32, ക്ലാസ് 3 42, ക്ലാസ് 4 50, ക്ലാസ് 5 53. അപ്പൊ ടോട്ടൽ എത്ര കുട്ടികളായി? 3 plus 2 5, 5 plus 2 7, 7 plus 3 10, 0, balance 1, 3 plus 3 6, 6 plus 4 10, 10 plus 10 20, 20 plus 1 21. അപ്പൊ മൊത്തം 210 കുട്ടികൾ വരുന്നുണ്ട് അല്ലേ? സോ 210 സ്റ്റുഡൻസ്. നമ്മളിപ്പോ എത്രയാ പറഞ്ഞ? 4 ബസ് ആവുമ്പോ 200 അല്ലേ ആവുള്ളൂ? 210 ആവുന്നുണ്ട്. So there are total of dash children going, 210 children going. If there are 4 buses, how many children will get seat? 4 ബസ് ഉണ്ടെങ്കിൽ ഒരു ബസ്സിൽ എത്ര സീറ്റ് എന്നാ പറഞ്ഞത്? നമ്മള് 50 സീറ്റ് എന്നാ പറഞ്ഞത്. അങ്ങനെയാവുമ്പോ 4 ബസ്സിനും കൂടിയിട്ട് എത്ര സീറ്റ് ഉണ്ടാവും? 200 സീറ്റ് ഉണ്ടാവും. ഓക്കെ, will there be any children left without seat? അപ്പൊ സീറ്റ് ഇല്ലാതെ എത്ര കുട്ടികൾ ഉണ്ടാവും? യെസ് അല്ലെ, 10 കുട്ടികൾ ഉണ്ടാവും. 10 സ്റ്റുഡൻസ് ഉണ്ടാവും സീറ്റ് ഇല്ലാതെ. Then what else it is given here? Ten students തന്നിട്ടുണ്ട്. We can share seat. നമുക്ക് സീറ്റ് ഷെയർ ചെയ്യാന്ന് പറയുന്നത്. Waiting for the buses. Sahiba jumps out of the line to see if the buses are coming. അപ്പൊ ഈ ലൈനിൽ നിൽക്കുന്ന സമയത്ത് സാഹിബ എന്ന് പറഞ്ഞ കുട്ടി എന്താ ചെയ്യുന്നത്? എത്തി നോക്കുകയാണ് അല്ലേ? ചാടി നോക്കുക, ബസ് വരുന്നുണ്ടോ നോക്കുക. She shouts loudly, hey, I can see them. ഉറക്കെ വിളിച്ചു പറയാ, എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. Run, grab the window seat. വേഗം ഓടിക്കോ, എന്നാലേ ജനലിന്റെ അടുത്തുള്ള സീറ്റ് കിട്ടുള്ളൂ. Many children start jumping in excitement. എല്ലാ കുട്ടികളും കുറെ എന്താണ് തുള്ളിച്ചാടുകയാണ് അല്ലെ? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. Stop, what is this? These buses are so small. അപ്പൊ എന്താ ഇത്? ഈ ബസ്സൊക്കെ ചെറുതാണല്ലോ. Now there is an argument. അപ്പോഴാണ് ഒരു വഴക്ക് നടന്നത്. We did not have enough big buses. നമുക്ക് വലിയ ബസ്സുകളില്ല, അതുകൊണ്ടാണ് അവര് മിനി ബസ് ഏർപ്പാടാക്കിയത്. We told you to bring big buses. നിങ്ങൾ പറഞ്ഞതല്ലേ വലിയ ബസ് കൊണ്ടുവരാൻ. Each mini bus can take 35 students. How many mini buses are needed? അപ്പൊ എത്ര കുട്ടികളാ മൊത്തം ഉള്ളത്? നമ്മൾ പറഞ്ഞത് 35 into each mini bus can take 35 students അല്ലെ? 35 into 5 ആവുമ്പോ എത്രയാ? അപ്പൊ നമുക്ക് 35 ബസ്സാണ് ഉള്ളത് അല്ലെ? ഇൻറ്റു 5 വെച്ച് ചെയ്യുമ്പോൾ ശരിയാവില്ല. 35 into 6 ചെയ്ത് നോക്കാം. 6 ചെയ്യുമ്പോൾ 6 into 5 എത്രയാ കിട്ടുക? 6 into 5 30. അപ്പൊ ഇവിടെ 0 എഴുതും, 3 ബാലൻസ്. 6 into 3 18, 19, 20, 21. അപ്പൊ 6 ബസ്സസ് ആവുമ്പോൾ 210 സീറ്റ് ഉണ്ടാവും. ഓക്കെ, ഹൗ മെനി മിനി ബസ്സസ് ആർ റിക്വയർഡ് എന്ന് പറയുമ്പോൾ 35 into 6 is equal to 210
അപ്പോൾ കംപ്ലീറ്റ് ആയി അല്ലേ? Come on. Now get it fast. It's already 9 o'clock. അപ്പോൾ തന്നെ 9 മണിയായി. Journey begins. യാത്ര തുടങ്ങി. As the buses start moving from Hosnagabad, children sing at the top of their voices. അപ്പോൾ ഇപ്പോൾ യാത്ര എവിടെ നിന്ന് തുടങ്ങി? ഹോഷനാഗാബാദിൽ നിന്ന് യാത്ര തുടങ്ങി. അപ്പോൾ കുട്ടികളൊക്കെ പാട്ട് പാടുകയാണ് അല്ലേ? Some look outside to enjoy the view of green fields and hills. ചിലര് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എന്ത് കാണാനാ? പാടവും മലയും ഒക്കെ കാണാൻ. ഇന്ദ്ര, when we'll reach Bhopal? ഭോപ്പാലിലേക്ക് എത്ര മണിക്കാണ് നമ്മൾ എത്തുക? മിസ് ആഷ, if we do not stop anywhere, we could reach there in 2 hours. That is around, അതായത് നമ്മൾ എവിടെയും നിർത്തുന്നില്ല എങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. അപ്പോൾ ഇപ്പോൾ ടൈം 9 ആയി. 9 to 10, 10 to 11. So around 11 o'clock we'll reach where? We'll reach Bhopal. Manjit, is it very far? നല്ല അകലെയാണോ ആ സ്ഥലം? മിസ്റ്റർ ഭീംസൻ, ഇറ്റ് ഈസ് അബൌട്ട് 70 കിലോമീറ്റർ. ഭീംസൻ അറിയാം 70 കിലോമീറ്റർ അകലെയാണ്. റൂബി, ആർ വി ഗോയിങ് ടു സ്റ്റോപ്പ് എനിവർ? എവിടെയെങ്കിലും നമ്മൾ നിർത്തുന്നുണ്ടോ? മിസ്റ്റർ രാകേഷ്, മേ ബി അറ്റ് ഭീംബേഡ്ക, അബൌട്ട് 50 കിലോമീറ്റർ ഫ്രം ഹിയർ. ചിലപ്പോൾ നമ്മൾ ഭീംബേഡ്ക എന്ന സ്ഥലത്താവും നിർത്തുന്നത്. അത് ഇവിടെ നിന്നും 50 കിലോമീറ്റർ അകലെയാണ്. If they go to Bhimbedka, they will reach there before 10 o'clock. ഭീംബേഡ്കയിലേക്ക് പോവുകയാണെങ്കിൽ 10 മണിക്ക് മുമ്പ് അവരെത്തും. Between 10 and 11 o'clock. After 11 o'clock. They will reach there. ഏത് സമയത്താണ് അവരെത്തുക എന്നാണ് പറയുന്നത്. 50 കിലോമീറ്റർ ഫ്രം ഹിയർ എന്ന് പറയുന്നുണ്ട് അല്ലേ? 10ഉം 11ഉം ആയിരിക്കും മേ ബി. ഓക്കെ. As they are talking, Bahadur shouts. അവർ സംസാരിക്കുന്ന സമയത്ത് ബഹദൂർ നിലവിളിക്കുക. Hey, look at the Narmada. Everyone look out the windows. ആ നർമ്മദ നദിയിലേക്ക് നോക്കിയേ. എല്ലാവരും ജനലിൽ കൂടെ നോക്കി. Ruby, wow, it's so long and so wide. നല്ല നീളവും വീതിയും ഉണ്ടല്ലോ. Let us guess how wide it is. നമുക്കൊന്ന് ഊഹിക്കാം എത്ര വീതി ഉണ്ട് അതെന്ന്. Gobi, 100 meters? No, it is much more. അല്ല, അത് അതിനെക്കാട്ടി ഉണ്ടാവും. Can't say, cannot say. Victoria, it must be more than half a kilometer. അത് വേണമെങ്കിൽ 1/2 കിലോമീറ്റർ കാട്ടി കൂടുതലായിരിക്കും. Miss Asha, look, it is written. അത് അവിടെ എഴുതിയിട്ടുണ്ട്. This bridge is 756.82 meters long. So we can guess that Narmada must be about 500 meters wide at this place. അതായത് ഇത്രയും മീറ്റർ ലോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1/2 മീറ്റർ എങ്കിലും വൈഡ് ആയിരിക്കും ആ സ്ഥലത്ത്. Was Victoria right? Sadaf, I just can't imagine 500 meters. 500 meters എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. Miss Asha, see our bus is about 5 meter long. ഇവിടെ ബസ് ആണെങ്കിൽ 5 മീറ്റർ ലെങ്ത് ഉള്ളതാ. Imagine how many buses can stand in a line on this bridge. അപ്പൊ എത്ര ബസ് ഈ ബ്രിഡ്ജിന്റെ കൂടി നടക്കാം അല്ല? എത്ര ബസ്സുകൾ വെച്ചാലാണ് ഇതിന്റെ നീളത്തിനൊത്ത് വരിക? Have you ever crossed a long bridge? ഒരു വലിയ പാലം നിങ്ങൾ കടന്നിട്ടുണ്ടോ? About how many meters long was it? എത്ര മീറ്റർ ലോങ് ആയിരിക്കും അത്? ഓരോ പാലമൊക്കെ എത്ര മീറ്റർ ലോങ് ആവും? That we can guess 120 meter long. Like that we can guess and write. Everyone looks down the river. എല്ലാവരും നദിയിലേക്ക് നോക്കി. Mr. Ragesh, the water level now is quite low. വെള്ളത്തിന്റെ അളവ് കുറവാണ്. It must be about 40 meters below the bridge. 40 മീറ്റർ താഴെയാണ്, ബ്രിഡ്ജിന്റെ താഴെയാണ് ഇപ്പോൾ. Miss Asha, but in the railway station, the water has risen. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ വെള്ളം കൂടിയിട്ടുണ്ട്. Then it was about 15 meters below the bridge. എന്താണ്? ബ്രിഡ്ജിനെക്കാട്ടിയും 15 മീറ്റർ താഴെയാണ്. What is the difference between the water level of the Narmada in the rainy season and now? Water level quite low ആണ്. It must be about 40 meters below the bridge അല്ലേ? അപ്പോൾ എന്താണ്? Must be about 50 meters below the bridge. റെയിനി സീസണിലും മറ്റു സീസണിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 25 ആണ്. 25 meters. The children discuss about the river for some time. അപ്പോൾ എല്ലാവരും കുറച്ചു നേരത്തേക്ക് നദിയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. Suddenly the bus stops with a jerk. പെട്ടെന്നാണ് ഒരു ബസ് സ്റ്റോപ്പ് ചെയ്തത്. The petrol pump. പെട്രോൾ പമ്പിനെ കണ്ടിട്ടാണ് ബസ് സ്റ്റോപ്പ് ചെയ്തത്.
2 buses need to be filled. 2 bus fill ചെയ്യാനുണ്ട്. The buses stand in a line. Bus വരിയിൽ നിന്നു. Children are sticking their necks outside to see how diesel is filled in the bus. അപ്പോൾ എല്ലാവരും നോക്കിയാണ് എങ്ങനെയാണ് ഡീസൽ ബസ്സിൽ ഫില്ല് ആവുന്നത് എന്ന് നോക്കിയാണ്. Some children have got down to look more closely. ചില കുട്ടികൾ എന്ത് ചെയ്തു? ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് നിന്ന് പോയി നോക്കുകയാണ്. Each bus takes about 15 minutes to refill. ഓരോ ബസ്സും 15 മിനിറ്റ് വീതം എടുത്തു ഒന്ന് ഫില്ല് ചെയ്യാൻ. And there are 2 buses to be refilled. 2 ബസ്സും കൂടി ഇനി ഫില്ല് ചെയ്യാനുണ്ട്. So they stop there for about dash minutes. Each bus take 15 minutes. അല്ലേ? There are 2 buses to be refilled. അപ്പോൾ എന്താണ്? 2 ബസ്സാണ് ഫില്ല് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ 30 മിനിറ്റ്. Which means they are lately by about how many minutes? 30 minutes. Okay. Then കാരണം 2 ബസ്സാണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ 30 മിനിറ്റ് എടുത്തു. Hey, it has a big tummy. It has already taken 100 liters. ഇത് ഓൾറെഡി എന്താണ് 100 ലിറ്റർ എടുത്തു കഴിഞ്ഞു. So we have to pay 3000 rupees for the diesel. അപ്പോൾ നമുക്ക് എത്ര രൂപ പേ ചെയ്യണം? 3500 ഡീസലിന് പേ ചെയ്യണം. Look in the picture and find the price of the diesel. അപ്പോൾ ഇത് എത്രയാ? 100 ലിറ്ററിനാണ് എത്ര? 100 ലിറ്ററിനാണ് 3500. അങ്ങനെയാണെങ്കിൽ 1 ലിറ്ററിന് എത്രയായിരിക്കും? 1 liter, that is equal to 3500 divided by 100, which is equal to 35. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്? 35 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, 35 rupees. As the buses are being refilled, some children go to the toilet near the petrol pump. അപ്പോൾ ബസ്സൊക്കെ ഡീസൽ ഫില്ല് ചെയ്യണ സമയത്ത് ചില കുട്ടികൾ വാഷ്റൂമിലേക്ക് പോയി, ടോയ്ലറ്റിലേക്ക് പോയി അല്ലേ? How much time did Aman take to come out the toilet? എത്ര സമയം അമൻ എടുക്കുന്നത് ടോയ്ലറ്റിൽ നിന്നും വരാൻ? To Bhopal. After the buses are refilled, the journey starts again. ബസ്സൊക്കെ ഫില്ല് ചെയ്ത ശേഷം എന്താണ്? യാത്ര തുടങ്ങി. Now the children are told that they are stopping at Bhopal. അപ്പോഴാണ് അവർ പറഞ്ഞത് ഭീംബേട്കയുടെ അടുത്താണ് ഇനി നിർത്താൻ പോകുന്നത്. അഞ്ജൻ, what is Bhopal? എന്താണ് ഭീംബേട്ക? Miss Raina എന്താ പറഞ്ഞ? It's a place with lot of caves and cave paintings made by people 10,000 years ago. അപ്പം റൈന മാഡം എന്താ പറഞ്ഞ? അത് കുറേ ഗുഹകളും അതിൻ്റെ പെയിന്റിങ്ങുകളും ഉണ്ട് അല്ലേ? അത് എത്ര വർഷം പഴക്കമുള്ളതാ? 10,000 years before ആണ്. Okay. Then next one is Sumonda. 10,000 years. I can't even think of 1,000 years back. അതായത് അപ്പൊ സുമോണ്ട എന്ന് പറഞ്ഞാൽ പറയാ എന്താ പറയുന്നത്? 10,000 10,000 വർഷം മുമ്പോ എനിക്ക് 1,000 പോലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ഇയേഴ്സ് ബാക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ടാണോ 10,000 എന്നാണ് ചിന്തിക്കുന്നത്. ഗോപി, 1,000 years is a big thing. I can't even think of 100 years. അപ്പൊ ഗോപി പറയാം 1,000 ബിഗ് തിങ്, എനിക്ക് 100 ഇയേഴ്സിന്റെ മുമ്പ് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഗൗരി, I can think of 100 years because my father's grandmother is 100 years old. അപ്പൊ ഗൗരി പറയാം എനിക്ക് ചിന്തിക്കാൻ പറ്റും, 100 ഇയേഴ്സ് ഒക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്നത് മുത്തശ്ശി, ദാറ്റ് ഈസ് 100 ഇയേഴ്സ്, 100 വർഷം 100 വയസ്സായവരാണ്. മഞ്ജിത്, ദാറ്റ് മീൻസ് ദോസ് കേവ്സ് ആർ ഓൾമോസ്റ്റ് 100 great grandmothers old. അപ്പോൾ ഇതുപോലെ 100 ഗ്രാൻഡ് മദേഴ്സിന്റെ വയസ്സിന്റെ അത്രയും പഴക്കമുള്ളതാണോ ഈ കേവ്സ് എന്നാണ് ചോദിക്കുന്നത്. മഞ്ജിത്ത് ഈസ് ആസ്കിങ് ദാറ്റ്. എവറിബഡി ബേഴ്സ്റ്റ് ഇൻ ടു ലോഫർ. എല്ലാവരും ചിരിച്ചു തുടങ്ങി. Now the children are really excited to see the cave paintings. എല്ലാവർക്കും നല്ല എക്സൈറ്റ്മെന്റ് ആയി cave paintings കാണാൻ. It is about 11 o'clock when they reach Bhopal. Bhopal എത്തുമ്പോഴേക്കും എത്ര മണിയായി? 11 o'clock ആയി. Wow, even 10,000 years ago, people made such lovely paintings that too on rocks. അപ്പോൾ 10,000 വർഷം മുമ്പ് തന്നെ ആൾക്കാർ ഇത്ര നല്ല പെയിന്റിങ്സ് ഒക്കെ വരച്ചിരിക്കുന്നു അല്ലേ? അതും കല്ലില്. These rocks are 10,000, 1,000 of years old. Shankar, this painting has also big bisons. ഇതിന് കാട്ടുപോത്തുകളുണ്ട് അല്ലേ? Hey, I got an idea. I will count the bisons and you count the deer in these paintings. ഞാൻ കാട്ടുപോത്തുകളുടെ എണ്ണാം, നീ ആണെങ്കിൽ മാനുകളെ എണ്ണാം. ഗുണോമാല, I will count people. ഞാൻ ആളുകളെ എണ്ണാം. Let us see which are the most. ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് നോക്കാം.
How many more deer are there than bisons? I got 37 bisons. How many more എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 117 ആണ് എന്ത് കിട്ടിയത്? ഡീർ കിട്ടിയത് അല്ലേ? ബൈസൺ ആണെങ്കിലോ 37. അപ്പോൾ 7 ൽ നിന്ന് 7 പോയാൽ 0 0. Okay. Then 11 ന്ന് 3 പോയാൽ 10 9 8. അപ്പോൾ എത്രയാ? 80 എന്ന് കിട്ടും. 80. So we can write here as 80. 80 എന്താ? Bisons. Okay. But 80 bisons അല്ല 80 more. But Bunamala is the happiest because the number of people is even more than the number of deer. അപ്പോൾ ആളുകളാണ് കൂടുതൽ. Number of deer and bisons together. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ അതിനെക്കാട്ടി കൂടുതലാണ് ആളുകൾ. Her count is less than 200. How many people must Bunamala have counted? The count is less than 200. 200 because the number of people is even more than the number of people in deer and bison. അപ്പോൾ ഡീറും ബൈസണും നമ്മൾ കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? അതായത് 117 അതിൻ്റെ കൂടെ 37 കൂടെ ആഡ് ചെയ്തു. 7 7 14 4 3 plus 1 4 plus 1 5 1. Captures that the number of people if is even more than the number of deer and bisons together. Deer and bisons together കാട്ടിയും it is less than 200 എന്ന് പറയുമ്പോൾ എത്രയാണ്? 177. കാരണം എന്താ? ഞാൻ പറയാൻ കാരണം എന്താ? ഇത് 154 ആണ് നമുക്ക് കിട്ടിയത് ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ. ബട്ട് ഇറ്റ് ഈസ് ദാൻ മോർ എന്ന് പറയുന്നത് ലെസ് ദാൻ. അപ്പോൾ അങ്ങനെ ഒരു നമ്പർ വരുന്നത് 177 ആണ്. The guide tells them there are 600 cave paintings in all. It's time to leave Bhimbedka. അപ്പോൾ ഇങ്ങനത്തെ 600 cave paintings ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് അവിടെ വിടാനുള്ള സമയമായി. They have spent 1 hour there. What is the time now? It is 12 o'clock. അല്ലേ? 11 മണിക്ക് റീച്ച് ചെയ്തു. 1 hour സ്പെൻഡ് ചെയ്തു. 12 ആയി. They are now moving towards Bhopal. They should reach there in less than 1 hour at about 1 o'clock. അല്ലേ? 1 hourൽ എത്തണം അവർക്ക്. അത് 1 o'clock. Lunch time. The children are hungry. കുട്ടികൾക്കൊക്കെ വിശന്നിട്ട് വയ്യ. By this time, so they take out the lunch packs. അപ്പോൾ അവർ കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു. Biscuits, orange, bananas are all distributed in all the bus. ഇതെല്ലാം എല്ലാവർക്കും വിതരണം ചെയ്തു. Each child is to be given 1 orange. ഓരോരുത്തർക്ക് എത്ര കൊടുക്കണം? 1 orange, 1 banana, 5 biscuits. All the children take oranges, biscuits, but 38 children do not take bananas. So how many oranges, biscuits and bananas are distributed? എത്ര? 210 ആണ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 210 അല്ല, ഓറഞ്ചും ബനാനാസും എത്രയാണ്? ഓരോന്ന് വീതമാണ്. അപ്പോൾ 210. ഹിയർ ബനാനാസ് 210 അല്ലേ? പിന്നെ ബിസ്ക്കറ്റ്സ് എന്ന് പറയുമ്പോൾ എത്ര നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ഇൻറ്റു 38 അല്ല, 38 അല്ല, 5 ബിസ്ക്കറ്റ്സ് ആണ്. 5 ബിസ്ക്കറ്റ്സ് ആണ്. ഓക്കെ, സോ അതിൻ്റെ കൗണ്ട് എത്രയാണ് വരിക? 5 into 1 5, 5 into 2 10, അപ്പോൾ 0 0. 1050 ബിസ്ക്കറ്റ്സ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു അല്ലേ? 1050. പിന്നെ ഓരോരുത്തർക്കും 5 വീതമാണ് കൊടുക്കുന്നത്. Manjit and Banu quickly finish their lunch and start asking puzzles to pass the time. അപ്പോൾ അവർ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പസിൽസ് കളിക്കുകയാണ് അല്ലേ? Manjit, tell me the number which is exactly between 100 and 150. ഏത് നമ്പറാണ് എക്സാക്ട്ലി ബിറ്റ്വീൻ 150 ആൻഡ് 100? ഏതാ? 125. ബാനു 120? No. 130? No. It is 125. Manjit, right, okay. You can ask now. ഇനി നിനക്ക് എന്നോട് ചോദിക്കാം. Other children join. വേറെ കുട്ടികളും ഇതിൻ്റെ കൂടെ ചേർന്നു. Everyone is asking puzzling questions. എല്ലാവരും questions ചോദിക്കുകയാണ്. I gave 4 toffees each to 4 of my friends. 3 toffees are left me. How many toffees did I have? അപ്പം ഞാൻ എന്താ ചെയ്തത്? ചോദ്യം എന്താണ്? I have 4 toffees each to 4 of my friends. ഞാൻ 4 toffees ഉണ്ടായിരുന്നു അല്ലേ? 4 പേർക്ക് കൊടുക്കാൻ. അപ്പോൾ മൊത്തം എത്രയാ? 16. 3 toffees are left with me. 3 toffees ലെഫ്റ്റ് ഉണ്ട്, ബാക്കിയുണ്ട്.
Okay, so 13. Left with me, how many toffees did I have? 16 toffees ആണ്. 4 toffees each to given, അപ്പോൾ 4 16 ആയി അല്ലേ? അപ്പോൾ എത്രയാ? ഇത് 19 ആണ്. കാരണം എന്താണ്? 19 minus 3, that is equal to 16. മനസ്സിലായോ? അപ്പോൾ 4 പേർക്ക് 4 എണ്ണം വെച്ച് കൊടുത്താൽ 16 ആണ് നമുക്ക് കിട്ടുക. പക്ഷെ ആ കുട്ടിയുടെ കയ്യിൽ ഇനിയും 3 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ ആ 16ന്റെ കൂടെ 3ഉം കൂടെ ചേർത്ത് എത്രയാ? 19. ഓക്കെ, 19 minus 3 ആണ് നമുക്ക് കിട്ടുക. ഈ 16നെയാണ് 4 into 4 ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഓക്കെ, what numbers can you make using 3, 5, 7? You can make 3, 5, 7 and 5, 3, 7. What others? ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? 3, 5, 7 ആയി. ഇനി 3, 7, 5 അല്ലേ? ഇനി 5, 7, 3. 5, 7, 3. ഇനി എന്താ? 3, 7, 5, 5, 7, 3. 5, 3, 7. ഇനി 7, 3, 5, 7, 5, 3, 5, 7, 3. Like that we can. A number becomes double if it is increased by 8. What is the number? അതായത് ഒരു നമ്പർ ഡബിൾ ആവും അല്ലേ? if it is increased by 8, 8 ആയിട്ട് നമ്പർ become double if it is increased by 8. അപ്പോൾ ഏതാ നമ്പർ? 8ന്റെ കൂടെ 8 ചേർക്കുമ്പോൾ 16 കിട്ടും. ഈ 16 എന്ന് പറയുന്നത് 8ന്റെ ഡബിൾ ആണ്. ഓക്കെ, think of a number which can be divided by 2, 3, 5 and comes between 25 and 50. 25ടെയും 50യുടെയും ഇടയിലുള്ള നമ്പർ. 2ഉം 3ഉം 5ഉം കൊണ്ട് കട്ട് ചെയ്യണമെങ്കിൽ അത് ഒരേ ഒരു നമ്പറേ ഉള്ളൂ അല്ലേ? 3, 30. കാരണം വേറെ നമ്പറുകൾ നമ്മൾ എടുക്കുമ്പോൾ 42, 43, 44 ഒക്കെ എടുക്കുമ്പോൾ 5 കൊണ്ട് പോവില്ല. പിന്നെ 5ന്റെ എടുക്കുമ്പോൾ 2 ഉണ്ട്. അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഡിവിസിബിൾ ആവണത് ഈ 30 മാത്രമാണ്. 50 എടുത്താലും പോവില്ല, 3ൽ പോവില്ലല്ലോ. ഇനി എന്താ? സ്മോൾ ആൻഡ് ക്ലൈംസ് 3 centimeter in 1 minute. അപ്പോൾ 3 centimeter ക്ലൈംബ് ചെയ്യാൻ 1 മിനിറ്റ് എടുക്കും. ബട്ട് സ്ലിപ്സ് ഡൗൺ ഇൻ 2 centimeter. 2 centimeter ആകുമ്പോൾ അത് വഴുതി വീഴുകയാണ്. ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്? എത്ര സമയം എടുക്കും അത് 2 centimeter ആകാൻ? അതായത് 3 centimeterന് 1 minute ആണെങ്കിൽ 2 centimeterന് അത് 40 seconds എടുക്കും. ഓക്കെ, വിച്ച് ബോട്ട് ഡു വി ടേക്ക്? 2 centimeter കഴിഞ്ഞിട്ടല്ലേ 3 പോണത്. അപ്പോൾ 1 centimeterന് 20, ഇതിന് 40, മറ്റേതിന് 60. Do we take? They are so lost in puzzles that they do not notice they have reached the lake. അപ്പോൾ ഈ പസിലിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അവർ ഭോപ്പാൽ എത്തിയത് തന്നെ അറിഞ്ഞില്ല. ഇറ്റ് ഈസ് എ വെരി ബിഗ് ലേക്ക് വിത്ത് സ്മോൾ ഐലാൻഡ് ഇൻ ഇറ്റ്. അപ്പോൾ വലിയൊരു തടാകമാണ് അല്ലേ? ഐലാൻഡും ഉണ്ട്. ദ ലേക്ക് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ അറ്റ് ദിസ് ടൈം. അപ്പോൾ തടാകം ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ദർ ആർ ലോട്ട് ഓഫ് ഡക്സ്. തടാക്കളുണ്ട്, സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ദ ചിൽഡ്രൻ ഗേവ് ദം പോപ്കോൺ. കുട്ടികൾ അവർക്ക് പോപ്കോൺ കൊടുത്തു. നൗ കംസ് ദ എക്സൈറ്റിംഗ് പാർട്ട്. ഇറ്റ്സ് എ ടൈം ഗോ ഫോർ ബോട്ടിംഗ്. ഇനി എന്താണ്? ബോട്ടിംഗ് പോകാനുള്ള സമയമായി. ദേ ഹാവ് ടു ചൂസ് വിച്ച് ബോട്ട് ടു ടേക്ക്. അപ്പോൾ അവർക്ക് തീരുമാനിക്കണം ഏത് ബോട്ടാണ് എടുക്കേണ്ടതെന്ന്. ബട്ട് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഈസി. അത്ര എളുപ്പമല്ല. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബോട്ട്സ്. പലതരത്തിലുള്ള ബോട്ടുകളുണ്ട്. ഈച്ച് ഹാസ് എ ഡിഫറെൻറ്റ് ടിക്കറ്റ് പ്രൈസ്. ഓരോന്നിനും വ്യത്യസ്തമായ ടിക്കറ്റുകളാണ്. ആൻഡ് ഓൾസോ ഡിഫറെൻറ്റ് ട്രിപ്പ് ടൈംസ്. ടൈമും എന്താണ്? വ്യത്യസ്തമാണ്. Name of the boat: double decker, ticket price 30, trip time 45 minutes. Paddle boat rupees 15, 30 minutes. Motor boat rupees 25, 20 minutes. Boat with oars rupees 15, 45 minutes. 4 of us will take a paddle boat and race with Gauri and her group. We will take the motor boat. It is costly but fun zoo. Let us take the oar boat. It is not costly and we get more time for a peaceful ride. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങൾ പറയുകയാണ് അല്ലെ? ഓരോ ബോട്ട് എടുക്കണതെ പറ്റി പറയുകയാണ്. Hey, we are going on the double decker. It is our music. It costs a lot but we get more time. കാശ് കൂടുതലാണെങ്കിലും കുറേ സമയം കിട്ടും.
Indra and Banu first went to the motor boat and they looked the oar boat. How much did they pay for both the boats? ഏതൊക്കെയാ മോട്ടോർ ബോട്ടിനും ഓർ ബോട്ടും അല്ലേ? മോട്ടോർ ബോട്ടിന് എത്രയാ? 25, ഓർ ബോട്ടിന് 15. അപ്പോൾ എത്രയാണ് ഇവിടെ എഴുതേണ്ടത്? 25 plus 15. That's equal to 0, 2 plus 1, 3, 40 rupees ആയി. ഇനി how much time did they get for both rides? ഇപ്പോൾ രണ്ടിനും കൂടി എത്ര കിട്ടുക? 20 plus 45. ഇവിടെ എഴുതേണ്ടത് 20 plus 45, that is equal to 65 minutes. 1 hour 5 minutes കിട്ടും. One group of children went to the double-decker trip. They paid rupees 450 in a total. How many children went for the double-decker trip? Double-decker എവിടെയാ? അവിടെ ഡബിൾ ഡെക്കറിന് 30 rupees ആണ് അല്ലേ? അപ്പോൾ ഇവർ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? എത്രയാ? 450 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിച്ചാലോ നമുക്ക്? 450, അതിൻ്റെ പ്രൈസ് എത്രയാന്ന് പറഞ്ഞ് ഡബിൾ ഡെക്കറുടെ 30 rupees അല്ലേ? 30 rupees. അപ്പോൾ 1 time 30, 5, 1, 150, അപ്പോൾ 5. Okay, 15. 15. How many children went for the double-decker trip? പറയുമ്പോൾ എത്ര കുട്ടികളാണ്? 15. That is 15 into 30 is equal to 450 rupees. Which boat makes 2 trips in 1 hour? 2 trips. 1 hourle 2 trips ഏതാവുന്നത്? ഏതാ? പാഡിൽ ബോട്ട്. അപ്പോൾ ഇവിടെ എഴുതാം പാഡിൽ ബോട്ട്. പാഡിൽ ബോട്ട്. Which boat takes less than an hour to complete a trip? Less than an hour. Less than hour ഡബിൾ ഡെക്കർ കൊടുക്കുന്നുണ്ട്, ബോട്ട് വിത്ത് ഓസ് കൊടുക്കുന്നുണ്ട് അല്ലേ? ലെസ് ദാൻ ഹാഫ് ആൻ അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലെസ് ദാൻ ഹാഫ് ആൻ അവർ എന്ന് പറയുന്നത് എത്ര? മോട്ടോർ ബോട്ട് അത് 20 minutes എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? മോട്ടോർ ബോട്ട്. മോട്ടോർ ബോട്ട്. Which boat gives them the most time taking the least money? കുറച്ച് പൈസ എടുത്തിട്ട് കൂടുതൽ സമയം കൊടുക്കുന്നത് ഏതാ? കുറച്ച് പൈസ ഈ 15 കൂടുതൽ സമയം 45 minutes. ബോട്ട് വിത്ത് ഓസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ബോട്ട് വിത്ത് ഓസ്. ബോട്ട് വിത്ത് ഓസ്. OARS. Javed went twice for boating. He paid a total of 40 rupees and boated for 50 minutes. Which 2 boats did he take? 50 minutes എടുത്തു. പിന്നെ എത്ര രൂപയെ കൊടുത്ത്? 40 rupees. 0, 3, 4. പാഡിൽ ബോട്ടും മോട്ടോർ ബോട്ടും. പാഡിൽ ബോട്ട് ആൻഡ് മോട്ടോർ ബോട്ട്. Okay, children enjoyed different boat rides till 4 o'clock. It's time to return. 4 മണി വരെ അവർ നല്ലോണം എൻജോയ് ചെയ്തു. തിരിച്ചു പോകാനുള്ള സമയമായി. Now they will not stop anywhere and reach back in 2 hours. ഇനി എവിടെയും നിർത്തില്ല, തിരിച്ച് 2 മണിക്കൂറിൽ തിരിച്ചെത്തും. So they should reach Hosanagabad by around എത്ര മണിക്ക്? 6 o'clock അല്ലേ? Find out have you ever been to a school trip? നിങ്ങൾ എപ്പോഴെങ്കിലും സ്കൂൾ ട്രിപ്പിൽ പോയിട്ടുണ്ടോ? How many children were there in all? എത്ര കുട്ടികളുണ്ടായിരുന്നു മൊത്തം? How did you go and how far? എങ്ങനെയാ പോയത്? എത്ര ദൂരമാ പോയത്? How much time did it take? എത്ര സമയമാണ് എടുത്തത്? Try to find out the cost of travel for each child. പോകാൻ എത്ര പൈസ വേണ്ടി വന്നു എന്നുള്ളത് കൂടിയിട്ട് എഴുതുക. Okay. There are 4 very old cave paintings. Mark the oldest. ഏറ്റവും പഴക്കം ചെന്നത് 1000, 1300, 8500. അപ്പോൾ 8500 years old ആണ് കൂടുതൽ. One bus carry 48 children. How many children are there? Can 3 buses carry about എത്രയാ? 48. ഒരു ബസ്സിന് എത്രയാണ് പറഞ്ഞത്? 48 children.
അങ്ങനെയാണെങ്കിൽ 3 ബസ് പറയുമ്പോൾ 8 into 3 എത്രയാണ് 24 4 2 4 into 3 12 12 plus 2 14 144 about 144 150. Which pair of numbers add to make more than 500? More than 500 എന്ന് പറയുമ്പോൾ ഈ 321 192 എന്ന് പറയുമ്പോൾ 3 ആയി 9 10 11 1 4 5. This number. What happened at the time? Draw lines to match. Cross the Narmada bridge. Looked at Bhimbetka. At the petrol pump had lunch. അതായത് ഇതിൽ ക്രോസ് ദ നർമ്മദ ബ്രിഡ്ജ് 9:10 AM തന്നിട്ടുണ്ട്. ലുക്ക്ഡ് അറ്റ് ഭീംബേട്ക പെയിന്റിങ്സ് എത്ര മണിക്കാ? ലുക്ക്ഡ് അറ്റ് ഭീംബേട്ക പെയിന്റിങ്സ് അറ്റ് 11:30. അറ്റ് ദ പെട്രോൾ പമ്പ് 12:30 PM. Boating in the lake 3 PM. Had lunch 12:30. Return to Hosnabad 6. അപ്പോൾ ലുക്ക്ഡ് അറ്റ് ഭീംബേട്ക പെയിന്റിങ്സ് അല്ല, എന്താണ് ലുക്ക്ഡ് അറ്റ് ദ ഭീംബേട്ക പെയിന്റിങ്സ്, അതാണ് 9:30. ഓക്കെ, റിട്ടേൺ ടു ഹോസ്നാബാദ് 6. ഹാഡ് ലഞ്ച് 12:30. ബോട്ടിംഗ് ഇൻ ദ ലേക്ക് 3 to 4 3. പിന്നെ പെട്രോൾ പമ്പിൽ എത്ര മണിക്ക് എത്തിയത് അവർ? ഒരു 11:30 അല്ലേ? ലുക്ക്ഡ് അറ്റ് ഭീംബേട്ക പെയിന്റിങ്സ് 9:30 AM. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ചാപ്റ്റർ 1 or 2 times വായിക്കാം. So if you are interested, please do like, share and subscribe my channel. Okay, thank you.